ആ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസ് പ്രഷർ ഇൻ എ സ്പെറിക്കൽ ഡ്രോപ്പ്. ഓക്കെ, ഈ ഒരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് സർഫസ് ടെൻഷൻ എന്തോന്ന് അറിയാം. ഇവിടെ നിങ്ങൾ ഈ തോട്ടിൽ ഇതിലൊക്കെ കണ്ടിട്ടില്ല, ചില ജീവികൾ ഇങ്ങനെ ഈ വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ നടന്നു പോകുന്നൊക്കെ. അതെന്തുകൊണ്ടാണ് പറ്റണം? അതായത് വെള്ളം നമ്മൾ നടക്കുന്ന ഒരു സർഫസ് കണക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കണക്ക് ഈ ജീവിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ വെള്ളമില്ല, വെള്ളത്തിൽ കൂടെ നമുക്കെന്ത് നടക്കാൻ പറ്റാത്ത ഇവർക്ക് നടക്കാനും പറ്റുന്നുണ്ട്. ഇതിനുള്ള കാരണമാണ് സർഫസ് എനർജി. ഓക്കെ, അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് നമുക്ക് ഇവിടെ പറയാം. സർഫസ് ടെൻഷൻ കാരണമാണ് ഇവരുടെ തമ്മിലുള്ള വെള്ളത്തിന്റെ മോളിക്യൂൾസ് എല്ലാം കൂടെ നല്ലൊരു കൊഹീസീവ് ഫോഴ്സ് ഉണ്ട്. അതായത് ലിക്വിഡ് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് കൊഹീസീവ് ഫോഴ്സ്. ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നതിന്റെ സംഭവത്തിന് പറയുന്നതാണ് അഡിസീവ് ഫോഴ്സ്. മറക്കരുത്. ഓക്കെ, അപ്പം ഈ കൊഹീസീവ് ഫോഴ്സ് കാരണം ഇവിടെ ഒരു ലിക്വിഡ് സർഫസ് ബിഹേവ് ലൈക്ക് സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് ഷീറ്റ്. ഒരു സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് ഷീറ്റ് കണക്ക് അതൊരു ബിഹേവിയർ യഥാർത്ഥത്തിൽ ആണോ അല്ല, അതിന്റെ ഒരു ബിഹേവിയറാണ്, ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത് കാരണം നമ്മൾ ആലോചിച്ചാൽ മതി, ഈ ആലിലയിലൊക്കെ വന്ന് നിൽക്കുന്ന വെള്ളത്തുള്ളികൾ ഏകദേശം ഒരു വെള്ളത്തിന്റെ ഡ്രോപ്പ് കണക്കായിരിക്കും നിൽക്കുന്നത്. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലോ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലോ ഒന്നും അല്ല നിൽക്കുന്നത്, അതൊരു ഒരു സ്പിയർ കണക്കായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ കുമിളകൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സാധനം സ്പിയർ ആയിട്ട് നിൽക്കുന്നത്? ആ സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എക്സസ് പ്രഷർ ഇൻസൈഡ് ഈ സ്പെറിക്കൽ ഡ്രോപ്പ്. ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഈ വാട്ടർ ഡ്രോപ്പിനകത്ത് പുറത്ത്, ഓക്കെ, ഇതൊരു വാട്ടർ ഡ്രോപ്പ് ആണ്, ഇതിന്റെ പുറത്ത് നല്ല പ്രഷറുണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷറും കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ ഇതിന്റെ അകത്തൊരു പ്രഷർ ഇല്ലേ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോ. എക്സ്ട്രാ പ്രഷർ ഇൻസൈഡ് കമ്പയർ ടു ഔട്ട്സൈഡ് കോസ്ഡ് ബൈ സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ കാരണം എക്സ്ട്രാ പ്രഷർ ഇൻസൈഡിൽ എക്സ്ട്രാ പ്രഷർ ആയിരിക്കും കമ്പയർ ടു ഔട്ട്സൈഡ്. ഔട്ട്സൈഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻസൈഡിൽ എക്സ്ട്രാ പ്രഷർ ആയിരിക്കും. ഞാനൊരു വാട്ടർ ഡ്രോപ്ലെറ്റ് എടുത്തെന്ന് വെച്ചോ, ഇതെന്തോന്നാണ്? പി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് പ്രഷർ, പി ഒ ഔട്ട്സൈഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ എക്സസ് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? പി ഐ മൈനസ് പി ഒ, ഇതാണ് എക്സസ് പ്രഷർ. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ. എക്സസ് പ്രഷർ ഇൻ എ ലിക്വിഡ് ഡ്രോപ്പ്. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടുത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ സർഫസ് ടെൻഷൻ എന്തോന്നായിരിക്കും? സർഫസ് എനർജി ബൈ ഏരിയ എന്നുള്ളതാണ് ഇവിടുത്തെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുത്തു, ആർ എന്ന് പറഞ്ഞ റേഡിയസിന്റെ ഡ്രോപ്പാണ് ഞാൻ എടുത്തത്. ഇവിടുത്തെ ഇന്റേണൽ പ്രഷർ കാരണം ഈ സാധനം ഒന്ന് വലുതാവൂലേ? നമ്മൾ ബലൂൺ വലുതാക്കുന്നത് പോലെ അകത്തെ പ്രഷർ കൂടുമ്പോഴത്തേക്കും ഇതിനെന്തോ സംഭവിക്കും? ഇതിനൊരു വലിപ്പം വരില്ലേ? അകത്തെ പ്രഷർ കൂടുകയെന്ന് വെച്ചാൽ ഇത് വലുതാകുന്നു. നമ്മൾ അതുകൊണ്ടല്ലേ ബലൂൺ ഇങ്ങനെ വലുതാകുന്നു. ഓക്കെ, അപ്പൊ ഈ സാധനം എക്സസ് പ്രഷർ ആവുമ്പോഴത്തേക്ക് ഈ സാധനം എന്തോന്ന് സംഭവിക്കും? ഇത് വലുതാവും. ഇത് എങ്ങനെ മാറും? താണ്ട ഈ ഒരു സാധനം, ഇങ്ങനെ ഇരുന്ന ഒരു സാധനം എത്ര കൂടും? ഇത്രയും വലുതാകും. ഇവിടെ ഇരുന്ന സാധനം ഇത്രയും വലുതാവും. ഇനിഷ്യലി ഇതിന്റെ റേഡിയസ് എത്രയായിരുന്നു? 6 ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ റേഡിയസ് എത്രയാണ്? അല്ല, ഇവിടുന്ന് ഇത്രയും എത്തി. ഇത് എത്രയാണെന്ന് നമുക്കറിയണം. അതിനായിട്ട് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഈ ചെറിയ സർക്കിളും വലിയ സർക്കിളും ആയിരിക്കും, ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ഇതിനെ നമ്മൾ ഡി ആർ എന്ന് വിളിക്കുന്നത്. ചെറിയതായിട്ട് റേഡിയസ് കൂടിയത്. അപ്പം ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ റേഡിയസ് നമ്മൾ എടുക്കുമ്പോൾ ആർ പ്ലസ് ഡി ആർ ആയിട്ട് വരും. അതായത് ഈ ഒരു വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡി ആർ ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഇവിടുത്തെ നമുക്ക് സർഫസ് ടെൻഷൻ എടുക്കാം. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? സർഫസ് എനർജി ബൈ ഏരിയ എന്നായിരുന്നു. ഇനി ഇവിടുത്തെ ഏരിയ എന്തോന്നായിരുന്നു? അല്ലെ, ഇനിഷ്യൽ കണ്ടീഷനിൽ ഇവിടുത്തെ ഏരിയ എന്തോന്നായിരുന്നു? സ്പിയറിന്റെ ഏരിയയാണ്. ഏരിയ ഓഫ് എ സ്പിയർ എന്തോന്നാണ്? 4 പൈ ആർ സ്ക്വയർ ആണ്. മറക്കരുത്, 4 പൈ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ഏരിയ എന്തോന്നായിരുന്നല്ലേ? 4 ഇൻറ്റു പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. പക്ഷെ നമ്മൾ എക്സസ് പ്രഷർ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ കേസിലാണ്. അല്ല, എക്സസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് വലുതാകും. അപ്പൊ ഇവിടുത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? റേഡിയസ് കൂടി. ഇവിടെ 4 പൈ ആർ സ്ക്വയർ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡി ആർ ആണ്. അപ്പം 4 പൈ ഇൻറ്റു ആർ പ്ലസ് ഡി ആർ ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തോന്നാണ് സുഹൃത്തുക്കളെ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതറിഞ്ഞാലേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു
4 പൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് ഇടാതെ ഒരു കാരണവശാലും ഇരിക്കരുത് എ സ്ക്വയർ ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഡി ആർ പ്ലസ് എന്തോന്നാണ് ഡി ആറിൻ്റെ സ്ക്വയർ ഡി ആർ സ്ക്വയർ. ഇനി നമ്മൾ എന്തോ ചെയ്യണം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണ്ടേ. അപ്പം ഈ 4 പൈ എല്ലാം കൂടി ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ. അപ്പം 4 പൈ ആർ സ്ക്വയർ പ്ലസ് 4 പൈ 2r dr. ഇവിടെ 4 പൈ ആയിരിക്കും. 4 പൈ 2r dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈ ഇൻറ്റു 2. അപ്പം ഈ 2 ഇൻറ്റു 4 എത്രയായിട്ട് മാറും? 8 പൈ ആർ ഡി ആർ ആയിട്ട് മാറും. പ്ലസ് ഈ 4 പൈയും ഡി ആറും കൂടെ ചേർന്ന് 4 പൈ ഡി ആർ സ്ക്വയർ എന്ന് വരും. സർഫസ് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സർഫസ് എനർജി ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പൊ സർഫസ് എനർജി ഇവിടെ കൂടിയില്ലേ. അപ്പം ഇൻക്രീസ് ഇൻ സർഫസ് എനർജി അല്ലേ. ഇൻക്രീസ് ഇൻ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ എസ് എന്നാണ്. അപ്പൊ ഇൻക്രീസ് ഇൻ ഏരിയ, ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് വെച്ചാൽ അതിന്റെ മലയാളം എന്തോന്നാണല്ലേ. അതായത് ഏരിയ എത്ര കൂടി, ഇത്ര ഉണ്ടായിരുന്ന ഏരിയ ഇത്ര കൂടി. അപ്പം ടോട്ടൽ ഏരിയന്ന് ഈ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടും. അപ്പൊ ടോട്ടൽ ഏരിയ എന്തോന്നായിരുന്നേ, എന്താണ്ട് ഇതാണ്. ഇതിന്ന് നമ്മൾ എന്തോന്ന് കുറയ്ക്കണം, എ ഡാഷിന്ന് എ കുറയ്ക്കണം. അപ്പൊ എ ഡാഷിന്ന് നമ്മൾ എ കുറയ്ക്കുന്നതാണ് ഇൻക്രീസ് ഇൻ ഏരിയ. അതെന്തോന്നാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. 4 പൈ ആർ സ്ക്വയർ പ്ലസ് 8 പൈ ആർ ഡി ആർ ഇൻറ്റു ആർ പ്ലസ് 4 പൈ ഡി ആർ സ്ക്വയർ മൈനസ് എ എന്തോന്നായിരുന്നേ നമുക്ക് കിട്ടിയ 4 പൈ ആർ സ്ക്വയർ കിട്ടിയല്ലോ. അപ്പം ഈ 4 പൈ ആർ സ്ക്വയറും ഈ 4 പൈ ആർ സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകില്ലേ. ഈ ബാലൻസ് എന്തോന്നാണുള്ളത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, ഡി ആർ. നമ്മൾ ഈ ഒരു ചെറിയൊരു സ്ഥലമാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞ അവിടുത്തെ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി ഈക്വൽ ടു എന്തോന്നായിരിക്കും, 0ക്ക് ഈക്വൽ ആയിരിക്കും. കാരണം പ്രഷർ കൂടിയാൽ ആ ലിക്വിഡ് ബൗൾ ശക്കലേ വലുതാവും, ഒത്തിരി വലുതാവും. നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന പോലെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുത്താലേ നമുക്ക് അവിടെ ഒത്തിരി വലുതാവും. ഇവിടെ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രഷർ ആയിരിക്കും ഉണ്ടാവുന്നത് ലിക്വിഡ് ബൗളിൽ. അതിനകത്ത് ആരും നമ്മൾ ഊതാനൊന്നുമില്ല, തനിയെ ഉണ്ടാവുന്ന പ്രഷറാണ് ഈ സർഫസ് ടെൻഷൻ കാരണം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയസ് കൂടുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് 0 ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇവിടെ 8 പൈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്നാണ്. ഓക്കെ, അതായത് ഈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്ന് വരുന്ന സമയത്ത് ഇവിടെ ആർ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് മൊത്തത്തിൽ കളയാൻ പറ്റത്തില്ല. ഇതിനെ നമുക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. 4 പൈ ഇൻറ്റു ഡി ആർ സ്ക്വയർ. അതായത് ഡി ആർ തന്നെ ഏകദേശം ചെറുതാണ്. അപ്പൊ ഡി ആറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അത് എന്തോന്നായിട്ട് മാറും, അതൊരു പോയിന്റ് സംതിങ് ആയിരിക്കും. അപ്പൊ അതിന്റെ സ്ക്വയർ വരുമ്പോൾ അത് പിന്നെയും ചെറുതാവും. അപ്പം ഈ ഒരു ടേം നിയർലി ഈക്വൽ ടു നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഡി ആർ സ്ക്വയർ നിയർലി ഈക്വൽ ടു 0 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്തോ അത് നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെ നെഗ്ലക്ട് ചെയ്താൽ ബാക്കി ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 8 പൈ ഡി ആർ ഇൻറ്റു ആർ എന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം, നമുക്ക് ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടി. അപ്പൊ നമുക്ക് സർഫസ് എനർജി നമുക്ക് എഴുതാലോ. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ, അതായത് 8 പൈ ഡി ആർ ഇൻറ്റു ആർ ഇൻറ്റു എന്തോന്നാണ് സർഫസ് ടെൻഷൻ. യെസ്, നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. എന്തോന്നാണ് സർഫസ് എനർജി ഈസ് ഈക്വൽ ടു 8 പൈ ഡി ആർ ഇൻറ്റു ആർ ഇൻറ്റു എസ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, നമുക്ക് ഈ സർഫസ് എനർജി വർക്ക് ഡൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇവിടെ സംഭവിച്ച വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കണം, ഈ ഒരു സാധനം ഇത്രയൊക്കെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അപ്പൊ ഇവിടെ ഒരു വർക്ക് നടന്നില്ലേ, ഒരു സാധനം ഡിസ്പ്ലേസ് ചെയ്തില്ല, ഒരു ഫോഴ്സ് കാരണം അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായില്ലേ. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്കിതിനെ വർക്ക് ഡൺ ആയിട്ട് നമുക്ക് എടുക്കാം. വർക്ക് ഡൺ. അപ്പൊ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോന്നായിരിക്കും, 8 പൈ ഡി ആർ ഇൻറ്റു ആർ ഇൻറ്റു എസ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നമുക്ക് വർക്ക് ഡണ്ണിനെ ഇത് വർക്ക് ഡൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്.
അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തോന്നായിരുന്നു? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഇരുന്ന് ഇത്രയല്ലേ നീങ്ങിയത്, അത് എത്രയാണ് നീങ്ങിയത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? ഡി ആർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ എന്ന് കിട്ടി. ഇനി ഇവിടെ ഫോഴ്സ് നമുക്കറിയാം, ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ റോയിലേക്കും പിയിലേക്കും മാറ്റുന്നു, ഡെൻസിറ്റിയിലേക്ക് പ്രഷറിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പ്രഷർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോഴ്സിനെ നമ്മൾ പ്രഷറിന്റെ ടൈംസിലേക്ക് മാറ്റണം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. ക്ലിയർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡി ആർ. ഇനി ഇവിടുത്തെ ഏരിയ എന്താണ് ഇവിടുത്തെ ഏരിയ? ഇതായിരുന്നു നമ്മുടെ ഏരിയ. ഓക്കെ, ഇനിഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡ്രോപ്ലെറ്റ്. ഇതിൽ എക്സസ് പ്രഷർ വന്നപ്പോഴാണ് അങ്ങോട്ട് നീങ്ങിയത്. അപ്പം ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തോന്നായിരുന്നു? 4πr² എന്നാണ്. ഇനി അത് മാത്രമാണ് വർക്ക് എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? ഡി ആർ. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ രണ്ട് സാധനം, ഓക്കെ, ഇക്വേഷൻ നമ്പർ 2, ഈ രണ്ട് സാധനവും വർക്ക് തന്നെയല്ലേ, അത് നമ്മൾ വർക്കായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൂടെ നമ്മൾ എഴുതുമ്പോൾ 8πdr ഇൻറ്റു ആർ ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു ഡി ആർ. ഇവിടുത്തെ ഡി ആറും ഇവിടുത്തെ ഡി ആറും ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടുത്തെ പൈയും ക്യാൻസൽ ആയി പോകും. 8ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകുമ്പോൾ റിമൈൻഡർ ഇവിടെ എത്ര വരും? 2 വരും. അപ്പൊ നമുക്ക് എഴുതാൻ 2r ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു r² എന്ന് വരും. ഇവിടുത്തെ r² ഇവിടുത്തെ ഒരു r തമ്മിൽ ക്യാൻസൽ ആയി പോകില്ലേ? അപ്പൊ 2s ഈസ് ഈക്വൽ ടു പി ഇൻറ്റു r എന്ന് വരും. ഇവിടുത്തെ പി എന്ന് പറയുന്നതാണ് എക്സസ് പ്രഷർ. ഈ പി ആണ് ഇവിടുത്തെ എക്സസ് പ്രഷർ. അപ്പം നമുക്ക് ഇവിടുന്ന് പി നമുക്ക് എഴുതാം, പി ഈസ് ഈക്വൽ ടു 2s/r. പരിപാടി കിട്ടി. ഓക്കെ, അപ്പൊ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ ആ തുടക്കത്തിലെ റേഡിയസ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ, എളുപ്പമാണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ബബിൾ. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ഒരു വാട്ടർ ഡ്രോപ്പ് ആയിരുന്നു. ഓക്കെ, ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് ആയിരുന്നു നമ്മൾ എടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ലിക്വിഡ് ബബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സോപ്പ് ബബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഈ ഒരു സൈഡ് മൊത്തം ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ മൊത്തത്തിലുള്ള ലിക്വിഡ്, ഇവിടെ എയർ, പുറത്തും എയർ. മനസ്സിലായോ? അതായത് ലിക്വിഡ് എയർ സർഫസ് ആണ് പുറത്തും, അകത്തും എന്തോന്ന് തന്നെയായിരുന്നു? ലിക്വിഡ് എയർ സർഫസ് ആണ്. ഓക്കെ, ലിക്വിഡ് ഇവിടെ, എയർ ഓക്കെ പുറത്ത്, ഇവിടെ ലിക്വിഡ് അകത്ത്, എയർ അകത്ത്. ഓക്കെ, മനസ്സിലായ കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സർഫസ് ടെൻഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഔട്ടർ ലെയർ എങ്ങോട്ടുണ്ട്? അകത്തോട്ട് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഔട്ടർ ലെയർ അകത്തോട്ട് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഔട്ടർ ലെയർ മാത്രമാണ് അകത്തോട്ട് പ്രഷർ കൊടുക്കുന്നത്. ഇവിടെ എന്തോന്നും കൂടെ ഉണ്ട്? ഒരു ഇന്നർ ലെയറും കൂടെ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഒരു ഇന്നർ ലെയറും കൂടെ അകത്തോട്ട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രഷർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എക്സസ് പ്രഷർ കൂടിയില്ലേ? ഒരു സോപ്പ് ബബിളിന്റെ എക്സസ് പ്രഷർ എന്തോന്നായിരിക്കും? ലിക്വിഡ് ബബിളിന്റെ എക്സസ് പ്രഷർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതായത് 2 സർഫസും അകത്തോട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സസ് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അത് എത്ര കൂടുതലായിരിക്കും? ഇവിടെ എത്ര സർഫസുകളുണ്ട്? LA, അതായത് 2 ഫ്രീ സർഫസ് അല്ലേ ഉള്ളത്. അപ്പൊ ഈ ബബിൾ ഹാസ് 2 ഫ്രീ സർഫസസ്. അങ്ങനെയാണെങ്കിൽ PA മൈനസ് PO എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ എക്സസ് പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചത്. അത് എത്രയാണെന്ന് നമുക്കറിയാം, 2SR ആണെന്ന് നമുക്കറിയാം എക്സസ് പ്രഷർ. അപ്പൊ ഇവിടെ 2 ഫ്രീ സർഫസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 2 × 2S/R എന്ന് വരും. അപ്പം ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് 4S/R എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ P1 എന്ന് പറഞ്ഞ പ്രഷറുണ്ട്, ഇവിടുന്ന് ഇത് കാരണം ഉണ്ടാക്കുന്ന P2 എന്ന് പറഞ്ഞ പ്രഷറും ഉണ്ട്. ഓക്കെ, P1 പ്രഷർ എന്ന് പറയുന്നത് എന്തോന്നാണ്? 2S/R എന്നാണ്. P2 പ്രഷർ എന്ന് പറയുന്നത് എന്തോന്നാണ്? 2S/R എന്നാണ്. ഈ P1 P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സർഫസ് ഉണ്ടാക്കുന്നത് P1, അടുത്ത പുറത്തുള്ള സർഫസ് ഉണ്ടാക്കുന്നത് P2. ആ 2 പ്രഷർ എന്തോ തന്നെയാണ്? 2S/R. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 + P2 ആണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ സംഭവം എന്തോന്ന് വരും? 2S/R + 2S/R that is equal to 4S/R. ഇത്രയേ ഉള്ളൂ. അപ്പൊ പരിപാടി മനസ്സിലായി.
എയർ ബബിളിൻ്റെ എക്സസ് പ്രഷറും പി ഈസ് ഈക്വൽ ടു 2s/r ആണ്. ഓക്കെ, അപ്പം ലിക്വിഡ് ഡ്രോപ്പിൻ്റെ എയർ ബബിളിൻ്റെയും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഫ്ലൂയിഡ്സിൻ്റെ ബാക്കി കുറച്ച് ക്ലാസ്സുകൾ ചാനലിൽ കിടപ്പുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി ഇരുന്ന് പഠിച്ചോണം. റീൽസ് കാണുന്നത് കുറയ്ക്കണം. ഓക്കെ, ഡൺ, സെറ്റ്.